പെങ്ങളെ ചെയ്യുന്നത്? റബ്ബിലേക്ക് എന്താ ചെയ്യുന്നത്? ഒരു പാത്രം കഴുകിയത് പറയാനുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇവിടത്തെ കുറിച്ച് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 10 ആളുകൾ കൂടിയാല് ഭക്ഷണങ്ങളൊക്കെ കാറ്റഗറി ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരികയാണ്. അത് കൊടുക്കാനുള്ള പ്ലേറ്റുകളും വാങ്ങിക്കൊണ്ടുവരികയാണ്. പ്ലേറ്റ് കഴുകുന്ന കാര്യമില്ല, ഗ്ലാസ് കഴുകുന്ന പണിയില്ല. അല്ലാഹ് ആഖിറമുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി, അല്ലാഹുണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി, അതേ ഈ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തുനബി പറയുകയാണ്, മോളെ, നീ രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നിന്റെ വീട്ടിലുള്ള പാത്രങ്ങളുണ്ടല്ലോ, ഒട്ടുമിക്ക സഹോദരിമാരും പാത്രങ്ങളൊക്കെ ആ ബേസിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കാലത്ത് കഴുകല. ആ പാത്രം നിന്നെ ശപിക്കുന്നതാ, നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നതാ. പാത്രങ്ങൾ കഴുകാതെ വീട്ടിൽ കിടന്നുറങ്ങരുത്. ആ വീട്ടിൽ ശാപമുണ്ടാകുന്നത് ദാരിദ്ര്യം വിട്ടുമാറുന്നതല്ല, അല്ലലുകളും അലട്ടലുകളും തീരുന്നതല്ല, കഷ്ടപ്പാടുകൾ വിട്ടുമാറുന്നതല്ല. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. ആ പാത്രങ്ങളൊക്കെ, ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാൽ ഹബീബ് പഠിപ്പിക്കുകയാണ്, ആ പാത്രങ്ങൾ പറയുന്നതാണ്, ആഴ്ത്തക്കില്ല, അല്ലാഹ് നിന്നെ മോചിപ്പിക്കട്ടെ. ഇഴജന്തുക്കളും പല്ലികളും അതുപോലത്തെ സൂക്ഷ്മജീവികള് എന്റെ അടുത്ത് വന്ന് എന്നിൽ അഴുക്കാക്കിയിട്ട്, ആ അഴുക്കാക്കി വൃത്തികേടാക്കിയിട്ട് എന്നെ ശല്യം ചെയ്യുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഉമ്മ, നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തട്ടെ. ഈ പാത്രങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, പാത്രങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പാത്രങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. എല്ലാ ജീവജാലങ്ങളും എല്ലാ ഇഴജന്തുക്കളും വലിയ ഗുണം ഈ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഇന്ന് മക്കളെ, തവള പിടിയന്മാര് തവളയെ പിടിച്ചു കൊണ്ടുപോയപ്പോ, ചേരയെ പിടിക്കുന്നവര് ചേരയെ പിടിച്ചു കൊണ്ടുപോയപ്പോ അവസാനത്തെ തവളയും നീ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാ ചെയ്തത്, അവസാനത്തെ ചേരയെയും നീ പിടിച്ചു കൊടുക്കുകയാ ചെയ്തത്. അരുത് സഹോദര, അരുത്. ഇവരൊക്കെ നമുക്ക് വേണ്ടതാ. ഇവരെ കൊണ്ട് ഒരുപാട് ഗുണം നമുക്കുണ്ടെന്ന് പറയാൻ ഒരാളും ഉണ്ടായില്ല. വംശനാശങ്ങൾ നേരിടുകയാണ്. അതുകൊണ്ട് തവളകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മുൻപിലില്ല, നമുക്ക് മഴ ചോദിക്കാൻ തവളകളില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ ചേരകളില്ല. ഈ ഭൂമിയിൽ നിന്ന് മഴ പെയ്യുന്ന സമയത്ത് ഉയർന്നു വന്നുന്ന വിഷമായിരിക്കുന്ന വായുവിന് അകത്താക്കാൻ പാമ്പുകളില്ല, അകത്താക്കാൻ തേളുകളില്ല, അകത്താക്കാൻ ചേരകളില്ല. അതുകൊണ്ട് തന്നെ ആ വിഷലിപ്തമായിരിക്കുന്ന വായുകളൊക്കെ നമ്മുടെ മക്കൾ ശ്വസിക്കുന്നു. നമ്മുടെ മക്കൾ പിറന്നു വീഴുമ്പോൾ തന്നെ വലിയ ക്യാൻസർ രോഗികളായി തീരുന്നു, മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്നു, മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. മനുഷ്യൻ ചെയ്തു വച്ചിരിക്കുന്ന ഉൽമാനം ഈ ഖുർആനിലില്ലയോ? ആളുകൾ വന്ന് ചേരയെയും പാതവളയെയും പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ചെയ്യരുതനിയാ ചെയ്യരുത്, കൊല്ലരുതനിയാ കൊല്ലരുത് എന്ന് പറയൂ. ആളുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് അതിന്റെ തിക്തഫലങ്ങളൊക്കെ നാം ഇന്ന് അനുഭവിക്കുകയാണ്. ഇരിക്കട്ടെ, മഹാനായ കക്കിടിപ്പുറം ഈ പാടത്ത് വരമ്പത്തൂടി ഇങ്ങനെ പോകുമ്പോ ഒരു തവളയെ ഒരു പാമ്പ് ഇങ്ങനെ പിടിച്ച് വിഴുങ്ങുകയാണ്. വിഴുങ്ങുന്നത് കണ്ടപ്പോ ഈ പാമ്പ് ഈ തവള ഇങ്ങനെ കരയുന്നുണ്ട്. തവളയുടെ കരച്ചിൽ കേട്ടപ്പോ തവള ഇങ്ങനെ ഈ പാമ്പിന്റെ സർപ്പത്തിന്റെ വായിൽ ഇങ്ങനെ കിടന്ന് കരയാണ്. ഒരു പ്രത്യേകമായ ഒരു ശബ്ദമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് അത് അറിയില്ലേ? പാമ്പ് തവള പിടിച്ച കരയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതോ യാതൊരു പ്രതികരണവും അറിയോ? എന്നാ ഇപ്പൊ ഉദാഹരണം ഒന്നും അറിയില്ല. ഒക്കെ ലേറ്റസ്റ്റ് ഉദാഹരണങ്ങൾ പറയാം. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ വിഷയന്മാരോട് പറയുന്നത്. അപ്പൊ ഈ പാമ്പ് പിടിച്ചിട്ടുണ്ടാകുക ഈ തവളയുടെ പിറകില അമർത്തിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും.
അപ്പൊ അത് ഇറക്കാൻ വേണ്ടി കുറച്ചൊന്ന് ലൂസാക്കുമ്പോ ഒന്ന് കരയും. അപ്പൊ കുറച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും ഒന്ന് ലൂസാക്കി വീണ്ടും കരയും. ഒരു പ്രത്യേക മോഡലാകെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ കരച്ചില് കേട്ടപ്പോ മഹാനായ കക്കിടിപ്പുറം ചോദിച്ചു കൂടെയുള്ളവരോട്, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ചോദിച്ചു. ഞങ്ങൾക്ക് എന്ത് മനസ്സിലാകാൻ? ഒരു തവളയെ ഒരു പാമ്പ് പിടിച്ചു, അല്ലാന്ന് മനസ്സിലാകാൻ. അതിന്റെ അപ്പുറം എന്താ? കക്കിടിപ്പുറം പറഞ്ഞു, മക്കളെ ഒരുപാട് ചിന്തിക്കാനുണ്ട് അവിടെ. ഇതാ നിങ്ങൾ ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും വലിയൊരു സന്തോഷവും ഏറ്റവും വലിയൊരു ദുഃഖവും ഒരുമിച്ച് കൂടിയൊരു സമയമാണത്. കക്കിടിപ്പുറം ചോദിച്ചു, ഈ സർപ്പം എന്തിനാ തന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്? എന്തെങ്കിലും ഒരു ആഹാരം കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിറങ്ങിയതാണ്. ഈ സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരം കിട്ടിയതിൽ വലിയ സന്തോഷമാ, ഏറ്റവും വലിയ സന്തോഷമാണ്. ഒരു തവളയെ കിട്ടിയല്ലോ, ഇന്നത്തെ ഇര കിട്ടി എന്ന സന്തോഷത്തിലാണ്. കക്കിടിപ്പുറം ചോദിച്ചു, ഈ തവള എന്തിനാ പുറത്തിറങ്ങിയത്? ഈ തവളക്ക് എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതേ സമയത്ത് ഈ തവള ഈ സർപ്പത്തിന്റെ വായിൽ പെട്ടതോടുകൂടി ഈ തവളയുടെ ജീവിതം ഇങ്ങനെ തീരുന്നത് കണ്ണിൽ കാണുകയാ. ഓരോ തവണയും ഇതിങ്ങനെ ലൂസാക്കുന്നതനുസരിച്ച് ഈ സർപ്പത്തിന്റെ വായിലേക്ക് തവള ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ തവളയുടെ ആയുസ് തീരുകയാ. ഇതീ തവള കണ്ണിൽ കാണുകയാ. കക്കിടിപ്പുറം ചോദിക്കുന്നു തന്റെ മുരീദുകളോട്, ഓ ബുദ്ധിയുള്ളവരെ, ഭക്ഷണം കിട്ടാനല്ലേ ഈ തവള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്, മാളത്തിൽ നിന്നിറങ്ങിയത്? അതേ, ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായി കണ്ണിനു നേരെ കാണിച്ചു കൊടുത്ത ഈ സമയത്ത് തവള ആ ഭക്ഷണം കാണുമോ? ഇല്ല, ഇല്ല. ആ ഭക്ഷണത്തിന്റെ അരികിലേക്ക് തവള ചിന്തിക്കുമോ? വേണ്ട. ഈ തവള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊണ്ടുപോയി ഈ തവളന്റെ വായിന് നേരെ വെച്ചു കൊടുത്താൽ തവള അത് കഴിക്കുമോ? ഇല്ല, വേണ്ട. തവളന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുത്താല് ആ സമയത്ത് തവള അത് ഇറക്കുമോ? ഇല്ല, ഇല്ല.